സ്മിത്ത് വിഗിൽസ്വർത്ത് തന്റെ പ്രഭാഷണത്തിൽ ഒരു കഥ പറഞ്ഞു. വെളിച്ചത്തിന്റെ ഈ ദൂതൻ ഒരു പ്രത്യേക വ്യക്തിയോട് ദൈവത്തെപ്പോലെ സംസാരിക്കുന്നു. അദ്ദേഹം ആ വ്യക്തിയുമായി വളരെ നേരം സംസാരിച്ചു. സാത്താൻ തന്നോട് പറഞ്ഞതെല്ലാം ദൈവമാണെന്ന് കരുതി ആ മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഒരു ദിവസം സാത്താൻ മനുഷ്യനോട് അവന്റെ കൈവശമുള്ള എല്ലാ സ്വത്തുക്കളും വിൽക്കാൻ പറയുന്നു. അവൻ തന്റെ ഭൂമിയും വീടും സ്വത്തുക്കളും വിറ്റ് സാത്താൻ പറഞ്ഞതുപോലെ മറ്റൊരു ദേശത്തേക്ക് പോകുന്നു. എന്നാൽ ഒരു അന്യരാജ്യത്തെ യാചകനെപ്പോലെ തെരുവിൽ നിൽക്കുമ്പോഴാണ് സാത്താൻ തന്നോട് സംസാരിക്കുകയും വഞ്ചിക്കുകയും ചെയ്തുവെന്ന് അവൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഈ സന്ദേശം കേൾക്കാതിരിക്കാൻ പിശാച് പ്രവർത്തിച്ചേക്കാം. എന്നാൽ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുന്നു. പിശാച് സ്വപ്നങ്ങളിലോ ശബ്ദങ്ങളിലോ ദൈവം സംസാരിക്കുകയോ പ്രകടിപ്പിക്കുകയോ ചെയ്യുന്ന ഏതെങ്കിലും വിധത്തിൽ ദൈവത്തിന്റെ മക്കളുടെ അടുക്കൽ വരുമ്പോൾ പലപ്പോഴും അവൻ ദൈവത്തെപ്പോലെ നന്മ ചെയ്യുന്നതായി നടിക്കുന്നു. അവന് നിനക്ക് പല പ്രാവശ്യം നന്മ ചെയ്യും. നിങ്ങളോട് സംസാരിക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുന്ന പിശാചിനെ നിങ്ങൾ ദൈവമാണെന്ന് പൂർണ്ണമായി വിശ്വസിപ്പിക്കുക എന്നതാണ് കാരണം. അവൻ നിങ്ങളുടെ തെറ്റുകളെയും പാപങ്ങളെയും ശാസിക്കുകയും തുറന്നുകാട്ടുകയും ചെയ്യും. ഇത് അവൻ ദൈവമാണെന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കാനും ദൈവത്തിന് നിങ്ങളെ അനുയോജ്യരാക്കാനും വേണ്ടിയാണ്, അല്ലാതെ നിങ്ങളെ ദൈവത്തിന് സ്വീകാര്യരാക്കാനല്ല. കർത്താവായ യേശുക്രിസ്തു യോഹന്നാൻ അധ്യായം 10 വാക്യം 10 പറയുന്നു, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഈ കള്ളൻ കൂടുതൽ പ്രാർത്ഥിക്കുക, കൂടുതൽ തിരുവെഴുത്തുകൾ വായിക്കുക, ഇത് ചെയ്യുക, ഏതെങ്കിലും വിധത്തിൽ ഇത് ചെയ്യുക, നിങ്ങളെ ആത്മീയമായി വളരാൻ സഹായിക്കുന്നതിന് ഇതെല്ലാം ചെയ്യുക, എല്ലാം നിങ്ങളെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യാതിരുന്നത്? ഉപവാസം, വിശ്വസിക്കുക, ഞാൻ നിങ്ങളെ ഉപയോഗിക്കും, അങ്ങനെ. പിശാചിനെ നാം കാണുന്നത് അവന്റെ കണ്ണുകൊണ്ടല്ല, മറിച്ച് അവന്റെ ദൃഷ്ടാന്തങ്ങളിലൂടെയാണ്. നമ്മോട് സംസാരിക്കുന്നത് ദൈവമാണെന്ന് നമുക്ക് ഉറപ്പുണ്ടായിരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് കള്ളൻ ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ആശ്ചര്യവുമല്ല, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. 2 കൊരിന്ത്യർ അധ്യായം 11 വാക്യം 14 എന്നിവയിൽ നാം ഇത് വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് മനുഷ്യരുടെ വഞ്ചനയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ സാത്താന്റെ പ്രകാശദൂതന്റെ കപട വഞ്ചനയെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുന്നു. എന്നാൽ വെളിച്ചത്തിന്റെ ദൂതനായി വേഷം മാറി സാത്താൻ നമ്മെ വഞ്ചിക്കുന്നതെങ്ങനെയെന്ന് ദൈവപുത്രന്മാരിൽ മിക്കവർക്കും അറിയില്ല. നമ്മുടെ മാനസിക ഇച്ഛാനുസരണം പോലും പ്രവർത്തിക്കാൻ അവന് കഴിയും. വെളിച്ചത്തിന്റെ ദൂതനായി വേഷം ധരിച്ചിരിക്കുന്ന സാത്താന് ബൈബിൾ അല്ലാതെ ദൈവം നമ്മോട് സംസാരിക്കുന്ന ഏതെങ്കിലും പുതിയ വിധത്തിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയുമെന്ന് നാം അറിയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് വെളിച്ചത്തിന്റെ ഈ മാലാഖയെ കണ്ടെത്താനും കീഴടക്കാനും കഴിയൂ. ദൈവം ചെയ്യുന്നതുപോലെ അവന് നമുക്ക് തിരുവെഴുത്തുകൾ പറയാൻ കഴിയും. ഞാൻ പിശാചിനോട് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു പുത്രനും അത് ചെയ്യില്ലെന്ന് പിശാചിനറിയാം. എന്നാൽ പിശാചിനറിയാം, ഞാൻ ദൈവത്തെ പറയുന്നു, അല്ലെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ പറയുന്നു എന്ന് പറഞ്ഞാൽ മിക്ക ക്രിസ്ത്യാനികളും പരിശോധന കൂടാതെ അനുസരിക്കുമെന്ന്. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ പ്രത്യേക സ്ഥലത്ത് നാം പ്രസംഗിച്ചില്ലെങ്കിൽ പിശാച് സംസാരിക്കും, അവർ കഠിനഹൃദയരാണ്. ആ കുടുംബം കഠിനഹൃദയരാണ്. ആ വ്യക്തി കഠിനഹൃദയനാണ്. സാർ കഠിനഹൃദയനാണെന്ന് സ്വപ്നങ്ങളിലോ ദർശനങ്ങളിലോ പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിങ്ങളുടെ ശുശ്രൂഷയെ നശിപ്പിക്കും. എന്തുകൊണ്ടാണ് തുടക്കത്തിൽ ശുശ്രൂഷയ്ക്ക് പോകാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ കള്ളൻ ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിച്ചു. അതിനാൽ ഇപ്പോൾ നിങ്ങൾ ശുശ്രൂഷയെ നശിപ്പിക്കുമ്പോൾ ദൈവം തന്നെ സംസാരിച്ചുവെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകണം. നിങ്ങളും ആ ശുശ്രൂഷ ഉപേക്ഷിച്ചിട്ടുണ്ടാകും. ആത്മീയ പള്ളിയിൽ പോകുന്നവർ ആ പള്ളിയിൽ പോകരുതെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവം തന്നെ അത് പറഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിച്ച് വഞ്ചിക്കപ്പെടുന്നവരുണ്ട്. നിങ്ങളുടെ സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്നു. നിങ്ങളുടെ പ്രയാസകരമായ സാഹചര്യങ്ങളിൽ നിങ്ങളെ താഴെയിറക്കാൻ അദ്ദേഹം കഠിനമായി ശ്രമിക്കുന്നു. സാത്താന് നമ്മുടെ ബലഹീനതകൾ അറിയാം. നാം ഏത് സാഹചര്യത്തിലാണെന്ന് അവനറിയാം. ആ സാഹചര്യമനുസരിച്ച് നമ്മെ ആക്രമിക്കുന്നു. അവൻ നമ്മുടെ മനസ്സിൽ സംശയങ്ങൾ കൊണ്ടുവരുന്നു. അവൻ തിരുവെഴുത്തുകളിൽ പോലും സംശയം ജനിപ്പിക്കുന്നു. തിരുവെഴുത്തുകളിലൂടെ മാത്രമേ സാത്താനെ കീഴടക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ബൈബിൾ വായിക്കാനുള്ള ആഗ്രഹം സാത്താൻ ദൈവപുത്രന്മാരിൽ നിന്ന് എടുത്തുകളയുന്നത്. അവൻ നിങ്ങളുടെ സ്വകാര്യ പ്രാർത്ഥന വളരെ താഴ്ന്ന സാഹചര്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. കാരണം ദൈവം നമ്മുടെ പ്രാർത്ഥനയിലൂടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് സാത്താന് അറിയാം. നിന്റെ പ്രാർത്ഥന അവന്റെ സകല പ്രവൃത്തികളെയും നശിപ്പിക്കും എന്നു അവനറിയാം. നാം പ്രാർത്ഥിക്കുന്നതിൽ പരാജയപ്പെടുന്ന കാര്യങ്ങളിൽ പിശാചിന്റെ പ്രവൃത്തികൾ കണ്ടെത്തിയേക്കാം. ദൈവത്തിന്റെ മക്കൾ പ്രാർത്ഥന നിർത്തിയാൽ ലോകം ഇരുണ്ടുപോകും. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. കർത്താവായ യേശു നമ്മെ ലോകത്തിന്റെ വെളിച്ചം എന്ന് വിളിക്കുന്നു. മത്തായി 5 അധ്യായം 14 നാം ഇത് വായിക്കുന്നു.
ദൈവത്തിന് മക്കൾ തിരുവെഴുത്തുകൾക്കനുസൃതമായി ജീവിക്കുകയും ആത്മാക്കളുടെ ഭാരവുമായി തുടർച്ചയായി പ്രാർത്ഥിക്കുകയും ചെയ്താൽ അനേകരുടെ ജീവിതം സ്വർഗ്ഗത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ദൈവപുത്രന്മാർ ഉപയോഗശൂന്യരാകത്തക്കവണ്ണം അവൻ അവരോടൊപ്പം തുടർന്നും പ്രവർത്തിക്കുന്നത്. അവൻ കോപം, പ്രകോപനം, അസൂയ, ശത്രുത, വിദ്വേഷം, നിരാശ, ഉത്കണ്ഠ, പ്രകോപനം, തെറ്റായ ആഗ്രഹങ്ങൾ, തെറ്റായ ചിന്തകൾ, വഴക്കുകൾ, ലൗകിക ചിന്തകൾ, ലൗകിക ഭാരങ്ങൾ, കാമം മുതലായവ കൊണ്ടുവരുന്നു. മാത്രവുമല്ല, ദൈവത്തിന് അനേകം പുത്രന്മാർ ദൈവത്തിന് പരിഷ്കരിച്ച വാക്കുകളായ ബൈബിളിനേക്കാൾ വ്യത്യസ്ത വെളിപാടുകൾക്ക് പ്രാധാന്യം നൽകുന്നു. അത് പിശാചിന് വഞ്ചിക്കാൻ എളുപ്പമാക്കുന്നു. സാത്താനും അവന്റെ ദൂതന്മാരും, അതായത് അശുദ്ധാത്മാക്കൾ, ദൈവമാണെന്ന് നടിക്കുകയും തങ്ങൾ ദൈവമാണെന്ന് അവകാശപ്പെട്ട് ദൈവത്തിന്റെ കോടിക്കണക്കിന് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുന്ന ദൈവപുത്രന്മാരെ വഞ്ചിക്കുകയും ചെയ്യുന്നു. രാവും പകലും കർത്താവിന്റെ ബൈബിളിൽ ധ്യാനിക്കുക, അതനുസരിച്ച് നടക്കുക, നിങ്ങളുടെ കുട്ടികളെയും അനേകരെയും പഠിപ്പിക്കുക, ബൈബിളിന് വിരുദ്ധവും ശത്രുതയുള്ളതുമായ പാരമ്പര്യങ്ങളും ആചാരങ്ങളും തള്ളിക്കളയുക. സൃഷ്ടികർത്താവിന്റെ മഹത്തായ ബൈബിൾ വായിക്കുകയോ ധ്യാനിക്കുകയോ ജീവിക്കുകയോ ചെയ്യാത്ത ക്രിസ്ത്യാനികളെ സാത്താൻ രക്ഷയിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. വെളിച്ചത്തിന്റെ ദൂതനായി വേഷം മാറിയ പിശാച് നിമിത്തം ചിലർക്ക് സമ്പത്തും അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു. ചിലർക്ക് ഒരുപാട് നഷ്ടം സംഭവിച്ചു. വെളിച്ചത്തിന്റെ ഈ മാലാഖയാൽ അനേകം ക്രിസ്ത്യാനികൾ അസ്വസ്ഥരും ആശയക്കുഴപ്പത്തിലുമാണ്. അനേകരും ദൈവത്തെപ്പറ്റി തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അവൻ അനേകരുടെ ശുശ്രൂഷയെ നശിപ്പിച്ചിരിക്കുന്നു. വെളിച്ചത്തിന്റെ ദൂതൻ വേഷം മാറി താൻ വഞ്ചിച്ച കാര്യങ്ങൾ ദിവസങ്ങളോളം വിവരിച്ചാലും അവ അവസാനിക്കുകയില്ല. പിശാച് സംസാരിക്കുമെന്ന് പൊതുയോഗത്തിൽ വിഗ്ഗിൽസ്വർത്ത് പ്രസംഗിച്ചപ്പോൾ അവൻ പറഞ്ഞു, ബൈബിളിൽ ദൈവത്തിന്റെ ശബ്ദം നോക്കുക. അതേ പ്രസംഗത്തിൽ ദൈവത്തെ സേവിക്കാൻ ആഗ്രഹിച്ച 2 മിഷണറി സഹോദരിമാർ അശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുകയും അലഞ്ഞുതിരിയാൻ അനുവദിക്കുകയും ചെയ്തതെങ്ങനെയെന്നും അവൻ വിശദമായി പരാമർശിക്കുന്നു. കാവൽക്കാരൻ നീയും സാത്താന്റെ പ്രവൃത്തികളും തന്ത്രങ്ങളും നന്നായി പ്രസംഗിച്ചിട്ടുണ്ട്. അശുദ്ധാത്മാക്കൾ നമ്മുടെ മനസ്സിൽ നിന്ന് വന്നതുപോലെ പല ചിന്തകളും നൽകുന്നു. പ്രസംഗത്തിന്റെ സമയത്ത് പോലും പ്രസംഗം ഫലപ്രദമാകാതിരിക്കാൻ അവൻ ചിന്തകളുടെ ഒരു പരമ്പര നൽകുന്നു. അത് പ്രസംഗിക്കുന്നതിൽ ഒരു പ്രയോജനവുമില്ല. അശുദ്ധാത്മാക്കൾ പെട്ടെന്ന് ചിന്തകൾ നൽകാൻ ശ്രമിച്ചാൽ വിഡ്ഢിത്ത ഫലങ്ങൾ വരും. അതിനാൽ ആ ഓർമ്മകൾ നിർത്തുക. പെട്ടെന്നുള്ള ഓർമ്മകളെ പ്രോസസ് ചെയ്യുന്നതിനു പകരം ദൈവവചനമായ ബൈബിളിന്റെ വെളിച്ചത്തിൽ നടക്കുക. ദൈവദാസരുടെയും മുതിർന്ന വിശ്വാസികളുടെയും ചെറുപ്പക്കാർക്കും കൊച്ചുകുട്ടികൾക്കും സ്വപ്നങ്ങൾ നൽകി അവൻ അനേകരെ വഞ്ചിച്ചിരിക്കുന്നു. ദൈവത്തോടുകൂടെ നടക്കുന്ന ദൈവത്തിന്റെ മുതിർന്ന ദാസന്മാരെപ്പോലും വഞ്ചിച്ച ഈ വെളിച്ചത്തിന്റെ മാലാഖയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ വഞ്ചിക്കുന്നത് നിസ്സാരമായ കാര്യമാണ്. ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ. ദൈവത്തിന്റെ ഒരു കുട്ടി രാത്രിയിൽ സ്വപ്നം കാണുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ സ്വപ്നത്തെക്കുറിച്ച് അവൻ എന്താണ് ചിന്തിക്കുന്നത്? ദൈവം എനിക്കൊരു സ്വപ്നം തന്നു. എന്താണ് ഈ സ്വപ്നത്തിന്റെ അർത്ഥം? ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് മിക്ക ആളുകളും ചിന്തിക്കുന്നു. സാത്താൻ നിനക്കൊരു സ്വപ്നം തന്നിട്ടുണ്ടാവും. എനിക്കിങ്ങനെ തോന്നുന്നില്ല, കാരണം വെളിച്ചത്തിന്റെ ഈ മാലാഖയെക്കുറിച്ചുള്ള സത്യം അവർക്കറിയില്ല. മിക്കവാറും എല്ലാ രാത്രികളിലും ഈ അശുദ്ധാത്മാക്കൾ അനേക ദൈവപുത്രന്മാരെ വഞ്ചിക്കുന്നു. പ്രഭാതവേളയിലെ അവരുടെ സന്തോഷം അളക്കാനാവാത്തതാണ്. ചിലപ്പോൾ ഖേദിക്കുക. തങ്ങൾ ദൈവത്തിൽ നിന്നോ പരിശുദ്ധാത്മാവിൽ നിന്നോ ആണെന്ന് അവർ കരുതുന്നു. വെളിച്ചത്തിന്റെ ദൂതനായ സാത്താൻ ക്രിസ്ത്യാനികളെ പരാജയപ്പെടുത്താനും ഉപയോഗശൂന്യരാക്കാനും ഉപയോഗിക്കുന്ന വലിയ ആയുധമാണ് സ്വപ്നങ്ങൾ. അതെ, അതൊരു സ്വപ്നമാണ്. വെളിച്ചത്തിന്റെ ഈ ദൂതൻ ദൈവത്തിന്റെ വലിയ ദാസന്മാരെ പോലും വഞ്ചിച്ചിരിക്കുന്നു എന്നു അറിയുന്നില്ലേ? ദൈവത്തിന്റെ വലിയ ദാസന്മാർ പോലും ഈ വെളിച്ചത്തിന്റെ മാലാഖയാൽ വഞ്ചിക്കപ്പെടുന്നതിന്റെ കാരണം ഈ കള്ളൻ സ്വയം ഒരു പിശാചിനെപ്പോലെയല്ല, മറിച്ച് അവനെ ദൈവത്തെപ്പോലെ ആക്കുന്നു എന്നതാണ്. അവിശ്വാസികൾക്ക് മോശം സ്വപ്നങ്ങൾ നൽകുന്ന ഈ കള്ളൻ ദൈവത്തിന്റെ മക്കൾക്ക് സ്വർഗീയ സ്വപ്നങ്ങളോ സാഹചര്യത്തിന് അനുയോജ്യമായ സ്വപ്നങ്ങളോ അവരെ സഹായിക്കുന്നതുപോലുള്ള സ്വപ്നങ്ങളോ നൽകുന്നു. പിശാച് നൽകുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നു. എന്തെങ്കിലും സംഭവിക്കാത്തപ്പോൾ ദൈവത്തിന്റെ മക്കൾ പോലും അതിന് ചില ഒഴികഴിവുകൾ നൽകുന്നു. ദൈവപുത്രന്മാർ വിശ്വാസത്തോടെ അനേകം ദിവസം പ്രാർത്ഥിക്കുന്നു. ദൈവം ഉത്തരം പറയുന്നു. ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമ്പോൾ വെളിച്ചത്തിന്റെ ഈ ദൂതൻ സ്വപ്നം നൽകുന്നു. സ്വപ്നം കണ്ടതുകൊണ്ടല്ല പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. കള്ളൻ ഇത് പലതവണ ചെയ്യുമ്പോൾ ദൈവം അവന് ഒരു സ്വപ്നം നൽകുന്നതുപോലെയാണ്, എന്നാൽ പിന്നീട് അവൻ തന്റെ മോഷണ ജോലിയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, മകന്റെ വിവാഹത്തിനായി ഒരു നല്ല ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ഒരു മാതാപിതാക്കൾ നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം ഒരു പ്രത്യേക വധുവിനോട് ജീവിത പങ്കാളിയാകാൻ കൽപ്പിക്കുന്നു. ആ വധു എവിടെയായിരുന്നാലും ഒരു തടസ്സവുമില്ല, ദൈവം കൽപ്പിച്ചതുപോലെ സംഭവിക്കും.
ഇതറിഞ്ഞ പിശാച് തന്റെ മാതാപിതാക്കളോടോ അവരുമായി ഏതെങ്കിലും വിധത്തിൽ സമ്പർക്കം പുലർത്തുന്ന മറ്റാരോടോ ഇത് വെളിപ്പെടുത്തുന്നു, അതായത് വധുവിന്റെ പേരോ മറ്റേതെങ്കിലും ഐഡന്റിറ്റിയോ ഉപയോഗിച്ച് ഒരു സ്വപ്നം, ദർശനം അല്ലെങ്കിൽ ശബ്ദപ്രസംഗം. വെളിച്ചത്തിന്റെ ദൂതൻ ബോധ്യപ്പെട്ടത് ഇങ്ങനെയാണ്: ഒരു സ്വപ്നമോ മറ്റേതെങ്കിലും വെളിപ്പെടുത്തലോ നൽകി അവൻ അബദ്ധത്തിൽ വഞ്ചിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യുന്നു. അവൻ പിതാവായ ദൈവത്തെപ്പോലെ സർവജ്ഞനല്ല, എന്നാൽ അവൻ ദാനിയേലിനേക്കാൾ ബുദ്ധിമാനാണ്. നിങ്ങൾ ഭയപ്പെടേണ്ടത്ര വലിയവനല്ല അവൻ, പക്ഷേ അവനൊരു കള്ളനാണെന്ന കാര്യം മറക്കരുത്. നിങ്ങൾ സത്യം അറിഞ്ഞില്ലെങ്കിൽ അവൻ നിങ്ങളെ വഞ്ചിക്കും. നിങ്ങൾക്ക് സത്യം അറിയില്ലെങ്കിൽ അവൻ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ കവർന്നെടുക്കും. നിങ്ങൾ ക്രിസ്തുവിൽ ശരിയല്ലെങ്കിൽ, നിങ്ങൾ സത്യം കണ്ടറിയുന്നില്ലെങ്കിൽ അവന് നിന്നെ കുലുക്കാൻ കഴിയും. നിങ്ങൾ വഞ്ചിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യാം. അവരും ചില ആളുകളെക്കുറിച്ച് വഞ്ചിക്കപ്പെട്ടുവെന്ന് ഞാൻ ഖേദത്തോടെ ചിന്തിക്കാറുണ്ടായിരുന്നു. തങ്ങളുടെ അറിവില്ലാതെ പിശാച് പറയുന്നതാണ് ദൈവം പറയുന്നതെന്ന് വിചാരിച്ച് പ്രവചിക്കുന്ന അനേകം ദൈവപുത്രന്മാരുണ്ട്. വെളിച്ചത്തിന്റെ ദൂതനെക്കുറിച്ചുള്ള സത്യം നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ബൈബിൾ വായിക്കുകയും ധാരാളം പ്രാർത്ഥിക്കുകയും ചെയ്താലും അവൻ നിങ്ങളെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വഞ്ചിക്കാൻ കഴിയും. ആ പിശാചിനാൽ നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ ചോദിക്കുന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഈ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. യോഹന്നാൻ അധ്യായം 8 വാക്യം 32 കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഓർക്കാം. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്നു പറഞ്ഞു. നിങ്ങൾ ബൈബിൾ അറിയുകയും തിരുവെഴുത്തുകളുടെ സത്യങ്ങളിൽ ജാഗ്രത പുലർത്തുകയും അവയെ പിന്തുടരുകയും ചെയ്യുന്നുവെങ്കിൽ, നിങ്ങൾ ജ്ഞാനിയും നിർത്താതെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നെങ്കിൽ, നിങ്ങൾക്ക് അവനെ എളുപ്പത്തിൽ കീഴടക്കാൻ കഴിയും. വെളിച്ചത്തിന്റെ ഈ മാലാഖയാൽ നിങ്ങൾ കുടുങ്ങുകയും പിന്നീട് മോചിപ്പിക്കപ്പെടുകയും ചെയ്താൽ പോലും, അതായത് അവന്റെ വെളിപാടോ സ്വപ്നമോ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും, അവൻ മനഃപൂർവ്വം നിങ്ങൾക്ക് ഒരു സ്വപ്നം നൽകും. എന്നാൽ അതെല്ലാം അവഗണിച്ച് നാം മുന്നോട്ടു പോകണം. പ്രാർത്ഥനയിൽ, വേദപുസ്തകത്തിൽ, വിശുദ്ധിയിൽ, അഭിഷേകത്തിൽ, ദൈവേഷ്ടം ചെയ്യുന്നതിൽ നാം വളരണം. നമസ്കാരത്തിൽ, അന്യഭാഷകളിൽ ധാരാളം സാരിക്കാനും. അപ്പോൾ വിജയമുണ്ടാകും. ദൈവം നമ്മെ വളരെയധികം അനുഗ്രഹിക്കും. ഇത് ഉറപ്പാണ്. ബൈബിൾ പറയുന്നതനുസരിച്ച് ദൈവത്തിന്റെ മക്കൾക്ക് സാത്താന്റെ മേൽ അധികാരമുണ്ട്. ദൈവത്തിന്റെ മക്കൾ അശുദ്ധാത്മാക്കളെ ഭയപ്പെടേണ്ടതില്ല. യേശുവിന്റെ മക്കൾക്ക് അശുദ്ധാത്മാക്കളെ പുറന്തള്ളാനുള്ള ശക്തിയുണ്ട്. പിശാചിനെ പുറന്തള്ളാൻ കഴിവുള്ളവർ പിശാചിനെ ഭയപ്പെടുന്നുവെങ്കിൽ, അത്തരം ജ്ഞാനമില്ലായ്മയെ നാം എന്തു വിളിക്കും? ആത്മീയ യുദ്ധത്തിൽ പരിശീലനം നേടുമ്പോൾ വിജയം വളരെ എളുപ്പമാണ്. പക്ഷേ അവൻ തന്ത്രങ്ങൾ കളിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടവരെയും രക്ഷിക്കപ്പെടാത്തവരെയും അവൻ വഞ്ചിക്കുന്നു. രക്ഷിക്കപ്പെട്ടവരെ കബളിപ്പിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആയുധം സ്വപ്നമാണ്. രക്ഷിക്കപ്പെടാത്തവരെ കബളിപ്പിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആയുധം വിഗ്രഹങ്ങളാണ്. ദൈവമല്ലാത്തവ ദൈവമാണെന്ന് വിശ്വസിക്കുക എന്നതാണ്. വിഗ്രഹങ്ങളെ ആരാധിക്കരുതെന്ന് ദൈവം ബൈബിളിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഈ പരിശുദ്ധ ദൈവം സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സ്രഷ്ടാവായി കാണപ്പെടുന്നു. സർവശക്തനായ ഈ ദൈവം കാരണമാണ് നമുക്ക് നരകത്തിലേക്ക് രക്ഷപ്പെടാനും സ്വർഗത്തിലേക്ക് പോകാനും കഴിയുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള ഈ സത്യം നാം ബൈബിളിൽ കാണുന്നു. എന്നാൽ ആളുകൾ ഈ കാര്യങ്ങൾ അറിയാൻ സാത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞാനും ഒരിക്കൽ വെളിച്ചത്തിന്റെ ഈ മാലാഖയാൽ വഞ്ചിക്കപ്പെട്ടു. ആ സമയത്ത് സാത്താൻ വെളിച്ചത്തിന്റെ ദൂതനായി വേഷം മാറിയതിനെക്കുറിച്ച് എനിക്ക് ആഴത്തിൽ അറിയില്ലായിരുന്നു. അന്നത്തെ കഷ്ടപ്പാട് അളക്കാനാവാത്തതായിരുന്നു. സാത്താന് ശബ്ദം ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും അന്യഭാഷകളിൽ സംസാരിക്കുമ്പോഴും അവൻ എനിക്ക് ദർശനങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ ഞാൻ സാത്താനിലൂടെ പ്രവചിക്കുകപോലും ചെയ്തിട്ടുണ്ട്. മിക്ക ക്രിസ്ത്യാനികളെയും പോലെ ഞാനും ആദ്യമായി സാത്താനാൽ വഞ്ചിക്കപ്പെട്ടത് സ്വപ്നങ്ങളിലൂടെയാണ്. കുറച്ച് വർഷത്തേക്ക് അതായിരുന്നു എന്റെ തുടക്കം. എന്നിട്ട് അവനോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അത് വളരെയധികം വളർന്നു. അനേക വർഷങ്ങളായി ഞാൻ ദൈവത്തോട് വിശ്വസ്തരായിരുന്നതിനാൽ ദൈവം എനിക്ക് വെളിപ്പെടുത്തുകയും എന്നോട് സംസാരിക്കുകയും ചെയ്യുന്നുവെന്നു ഞാൻ തെറ്റിദ്ധരിച്ചു. നാം ബൈബിൾ വായിക്കുമ്പോൾ സ്വപ്നജീവി എന്ന് വിളിക്കപ്പെട്ടിരുന്ന യോസേഫിന് ചിലപ്പോൾ ദൈവത്തിൽ നിന്നുള്ള സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോസ്തലനായ പൗലോസിനും ചിലപ്പോൾ ദൈവത്തിൽ നിന്നു വെളിപാടുകൾ ലഭിച്ചു. എന്നാൽ ഇന്ന് അനേകം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം സ്വപ്നങ്ങൾ രാത്രിയിൽ മാത്രമല്ല പകൽ സമയത്തും സംഭവിക്കുന്നു. ചെറിയ കാര്യങ്ങളിൽ പോലും സ്വപ്നങ്ങൾ സംഭവിക്കുന്നു. സ്വപ്നങ്ങൾ മിക്കവാറും എല്ലാ രാത്രിയിലും വരുന്നു. സഹോദരീ സഹോദരന്മാരെ, ബൈബിൾ നന്നായി വായിക്കുക. ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവം സഹായിക്കും.
നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവാത്മാവ് ഒരു ചെറിയ കാര്യത്തിൽ പോലും നിങ്ങളെ നയിക്കും. എന്നാൽ ചെറിയ കാര്യങ്ങൾ പോലും അദ്ദേഹം സ്വപ്നം കാണില്ല. മിക്കവരുടെയും സ്വപ്നങ്ങൾ ഭൂതങ്ങളിൽ നിന്നുള്ളതാണ്. നാം മനസ്സോടെ തിരുവെഴുത്തുകൾ നടക്കുകയും ദൈവത്തിന്റെ മാർഗനിർദ്ദേശത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മെ നയിക്കുന്നു. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ദൈവം നമ്മെ നയിക്കുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. ഈ സത്യം ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. ചിലർ വിശ്വസിക്കാൻ വിസമ്മതിക്കുന്നു. ദൈവമാണ് എന്നോട് സംസാരിക്കുന്നതെന്ന് ചിലർ പറഞ്ഞു. വെളിച്ചത്തിന്റെ ഈ മാലാഖയുടെ സത്യം അജ്ഞാതമാണ് എന്നതാണ് കാരണം. തിരുവെഴുത്തിലെ ഓരോ വാക്കും എത്ര പ്രധാനമാണെന്ന് നാം അറിയണം. ദൈവവചനത്തിന് നമ്മെ സംരക്ഷിക്കാനും അനുഗ്രഹിക്കാനും നിത്യജീവൻ യോഗ്യരാക്കാനും കഴിയും. നാം ദൈവവചനത്താൽ നിറയപ്പെടുകയും ആ വചനമനുസരിച്ച് നടക്കുകയും വേണം. വെളിച്ചത്തിന്റെ ഈ മാലാഖയെക്കുറിച്ച് ഞാൻ മറ്റൊരു കാര്യം പറയാം. ദൈവത്തോടൊപ്പം നടക്കുകയും തിരുവെഴുത്തുകൾ അറിയുകയും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലോ സാഹചര്യത്തിലോ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യാത്തത് എന്ന് കണ്ടെത്തുകയും അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയും ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരിക്കും. എന്നാൽ വെളിച്ചത്തിന്റെ ദൂതനായി വേഷം മാറിയ ഈ പിശാച് നിങ്ങളെ വഞ്ചിക്കാൻ സഹായിക്കാൻ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ച അതേ രീതി ഉപയോഗിക്കും. നിങ്ങൾക്ക് ഈ കാര്യം അറിയില്ലെങ്കിൽ നിങ്ങൾ വിഡ്ഢികളായേക്കാം. നിങ്ങൾ ദൈവത്തെ തെറ്റിദ്ധരിച്ചേക്കാവുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടാകാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലും സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ ശുശ്രൂഷയിലും ഇടപെടുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മാർഗനിർദ്ദേശം കണ്ടെത്തിക്കഴിഞ്ഞാൽ വെളിച്ചത്തിന്റെ ദൂതൻ നിങ്ങളെ അതേ വിധത്തിൽ വഞ്ചിക്കാൻ വന്നേക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മെ നയിക്കുന്നുണ്ടോ? സാത്താൻ നമ്മെ വഞ്ചിക്കാൻ ശ്രമിക്കുകയാണോ? ഓരോ പ്രാവശ്യവും നിങ്ങൾ ബൈബിളിന്റെ സഹായത്തോടെ വളരെ നന്നായി നിരീക്ഷിക്കുകയും ഫലം എന്താണെന്ന് കണ്ടെത്തുകയും വേണം. ബൈബിൾ തികച്ചും വിശ്വസനീയമാണ്. ബാക്കിയെല്ലാം പരീക്ഷിക്കപ്പെടാം. ബൈബിളിന് വിപരീതമായി ദൈവം ഒരിക്കലും ഒരു സാഹചര്യത്തിലും സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല. പിശാചിന്റെ വെളിപാട് ദൈവമാണെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. നമുക്കൊരു ശത്രുവുണ്ടെന്ന കാര്യം മറന്നുകൊണ്ട് ദൈവം മാത്രമേ സംസാരിക്കുകയും അവരെ നയിക്കുകയും ചെയ്യൂ എന്ന് കരുതി ദൈവപുത്രന്മാരെ വഞ്ചിക്കാൻ സാത്താന് എളുപ്പമായിത്തീരുന്നു. ദൈവത്തിനേറെ മക്കളും ദൈവദാസരും സ്വപ്നങ്ങളിലും മറ്റു പല വിധങ്ങളിലും സാത്താനാൽ വഞ്ചിക്കപ്പെട്ടതായി ഞാൻ ധാരാളം അനുഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ വെളിച്ചത്തിന്റെ ഒരു മാലാഖയെ എങ്ങനെ കണ്ടെത്താം? നമുക്ക് നോക്കാം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ സൗമ്യമായിരിക്കും. ഫലങ്ങൾ വേദപുസ്തകപരവും അനുഗ്രഹീതവുമാണ്. പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നതുപോലെ സാത്താൻ ഉപയോഗിച്ചാലും അവൻ പലപ്പോഴും സൗമ്യനാണെങ്കിലും ആ കള്ളൻ അവസാനം വരെ പരിശുദ്ധാത്മാവിനെ പോലെ പെരുമാറില്ല. എന്തെന്നാൽ നിങ്ങളെ നശിപ്പിക്കാൻ അവന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ വേലയുടെ പ്രയോജനങ്ങൾ കുറയ്ക്കുക എന്നതാണ് അവന്റെ വരവിന്റെ ഉദ്ദേശ്യം. അതുകൊണ്ടാണ് അവൻ നിങ്ങൾക്ക് സ്വപ്നങ്ങൾ നൽകുന്നത്. സാഹചര്യങ്ങളിലൂടെ അവൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിനെ പോലെ പെരുമാറുന്നു. അദ്ദേഹവും വാചാലനായി സംസാരിക്കുന്നു. അവൻ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ക്രിസ്ത്യാനികളെ വഞ്ചിക്കുന്നു. വഞ്ചിക്കപ്പെടാത്ത ക്രിസ്ത്യാനികളെ കണ്ടെത്തുന്നത് അപൂർവമാണ്. വഞ്ചിക്കപ്പെട്ട ഈ ക്രിസ്ത്യാനികളിൽ ഭൂരിഭാഗവും സ്വപ്നങ്ങളിൽ നിന്നുള്ളവരാണ്. ആ കള്ളനെ കണ്ടെത്താൻ ഒരൊറ്റ വാക്കിൽ എന്തെങ്കിലും പറയാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടാൽ അത് ആധിപത്യമാണ്. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ അത് നിങ്ങളെ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങളോട് പെരുമാറുന്ന രീതിയിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമാണ്. നിങ്ങൾ അത് ചെയ്യണമെന്ന് തോന്നുന്നു. വെളിച്ചത്തിന്റെ ഈ ദൂതൻ എല്ലായ്പ്പോഴും നമ്മെ നയിക്കുന്നതുപോലെ നമ്മെ നയിക്കുമെന്ന് തോന്നും. സ്വന്തമായി പ്രവർത്തിക്കാൻ അവൻ നമ്മെ അനുവദിക്കുന്നില്ല. അവൻ നമുക്ക് ഒരു നല്ല സുഹൃത്തിനെപ്പോലെ പെരുമാറും. അവൻ നിങ്ങളെ അല്പം മാത്രമല്ല വളരെയധികം സഹായിക്കും. എന്നാൽ പതുക്കെ പതുക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ കഴിയുന്ന ഒരു ഘട്ടത്തിലേക്ക് അവൻ നിങ്ങളെ കൊണ്ടുവരും. പരിശുദ്ധാത്മാവ് ആധിപത്യം പുലർത്തുന്നില്ല, നിയന്ത്രിക്കുന്ന അവസ്ഥകൾ ഉണ്ടെങ്കിൽ അത് വെളിച്ചത്തിന്റെ മാലാഖയായി വേഷം മാറിയ പിശാചാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ആവിഷ്കാരവും ഈ ആധിപത്യവുമുണ്ട്. ക്രിസ്ത്യാനികൾ ഈ സത്യം അറിഞ്ഞില്ലെങ്കിൽ വെളിച്ചത്തിന്റെ ദൂതന്റെ വേഷത്തിൽ വഞ്ചിക്കപ്പെടുന്നത് അസാധാരണമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെളിച്ചത്തിന്റെ ഈ ദൂതൻ വെളിച്ചത്തിന്റെ മാലാഖയുടെ വേഷത്തിൽ ദൈവദാസരെ പരാജയപ്പെടുത്തി. സ്വപ്നങ്ങളെയോ ശബ്ദങ്ങളെയോ ആശ്രയിക്കരുതെന്നാണ് എന്റെ ഉപദേശം. ബൈബിൾ കൂടുതൽ വായിക്കുക, തിരുവെഴുത്തുകൾക്കനുസൃതമായി ജീവിക്കുക, നിർത്താതെ പ്രാർത്ഥിക്കുക, അനേകരെ കർത്താവിന്റെ അടുക്കലേക്ക് നയിക്കുക, കർത്താവായ യേശുവിന്റെ സാക്ഷ്യമായി ദിവസവും ജീവിക്കുക. യേശുവിന് ഒരു സാക്ഷിയായി വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പമുണ്ട്. വെളിച്ചത്തിന്റെ ഈ മാലാഖയെ മറികടക്കാൻ നിങ്ങൾ ഒരു വലിയ പ്രവൃത്തിയും ചെയ്യേണ്ടതില്ല. കള്ളൻ കള്ളനാണെന്ന് കണ്ടെത്തിയാൽ മതി.
നിങ്ങളോട് സംസാരിക്കുകയോ നിങ്ങൾക്ക് ഒരു സ്വപ്നം നൽകുകയോ പരിശുദ്ധാത്മാവ് സഹായിക്കാനോ വെളിപ്പെടുത്താനോ ഉപയോഗിച്ച് ചില രീതികൾ ഉപയോഗിച്ച് നിങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ആരെയും അനുസരിക്കരുത്. അവരെല്ലാം പരിശുദ്ധാത്മാവിലാണോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാകരുത്. അവൻ ദൈവമോ മാലാഖയോ പരിശുദ്ധാത്മാവോ ആയി നടിക്കുന്നു. അതിനാൽ അവരെയെല്ലാം അവഗണിക്കുക. വേദപുസ്തകമനുസരിച്ച് മാത്രം ജീവിക്കാൻ സ്വയം പ്രതിജ്ഞാബദ്ധരാകുക. അവനെ കണ്ടെത്തേണ്ട മറ്റൊരു കാര്യം മാന്യമായ ഒരു കാര്യം സാധാരണമാക്കുക എന്നതാണ്. മാസത്തിൽ 20-30 സ്വപ്നങ്ങൾ പോലും അദ്ദേഹം നൽകും. അവൻ ഉറങ്ങുമ്പോൾ പകൽ പോലും സ്വപ്നം കാണുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും അവൻ ഒരു മനുഷ്യജീവിയുടെ ചിത്രമോ ഒരു സ്ഥലത്തിന്റെയോ മറ്റെന്തെങ്കിലുമോ ചിത്രമോ കാണിച്ചു തരുന്നു. നിങ്ങൾക്ക് ഒരു മാസത്തിൽ 10-ൽ കൂടുതൽ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വെളിച്ചത്തിന്റെ മാലാഖയാണെന്ന് തീരുമാനിക്കുക. യഹൂദന്മാർ വിജാതീയരിൽ നിന്നുള്ള പുതിയ വിശ്വാസികളെ ന്യായപ്രമാണത്തിന്റെ കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാക്കിയപ്പോൾ അപ്പോസ്തലന്മാരായ പൗലോസും ബർന്നബാസും യാക്കോബും കർത്താവിന്റെ ശിഷ്യന്മാരും ഒത്തുചേർന്നു. പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ പഴയ നിയമത്തിലെ പ്രവാചകവചനങ്ങളുടെയും തിരുവെഴുത്തുകളിലൂടെ ദൈവം പറഞ്ഞ കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ന്യായപ്രമാണത്തിന്റെയും പരിച്ഛേദനത്തിന്റെയും ആവശ്യമില്ലെന്ന നിഗമനത്തിൽ അവർ എത്തിച്ചേർന്നു. എന്നാൽ ഇന്ന് ഏതാനും ക്രിസ്ത്യാനികൾ ആ യോഗത്തിൽ സന്നിഹിതരായിരുന്നെങ്കിൽ ഇന്നലെ രാത്രി ദൈവം എനിക്കത് വെളിപ്പെടുത്തി എന്ന് അവർ പറയുമായിരുന്നു. അവർ എഴുന്നേറ്റ് നിന്ന് പറയുമായിരുന്നു, യാക്കോബും പത്രോസും സംസാരിക്കുന്നതിന് മുമ്പോ ശേഷമോ ദൈവം എന്നോട് ഇത് പറഞ്ഞിരിക്കുന്നു. സാത്താൻ വളരെ വിലകുറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കും. അത് നാം മനസ്സിലാക്കണം. അവൻ നിങ്ങൾക്ക് ഭക്ഷണത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ പോലും നൽകും. അവൻ പണത്തിനായി ഒരു സ്വപ്നവും നൽകും. ചില പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടും. മറിയത്തിലൂടെയോ മറ്റേതെങ്കിലും വ്യക്തിയിലൂടെയോ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നിങ്ങളോട് പറഞ്ഞാൽ വിശ്വസിക്കരുത്. ഇതും പിശാചിന്റെ തന്ത്രങ്ങളിലൊന്നാണ്. കാരണം അത് ബൈബിളിന് എതിരാണ്, അതായത് ദൈവവചനത്തിന്. ബൈബിൾ പറയുന്നതനുസരിച്ച് നാം മറിയയുടെ ചിത്രങ്ങളോ പ്രതിമകളോ യേശുവിന്റെ ചിത്രങ്ങളോ ആരാധിക്കരുത്. പിതാവായും പുത്രനായും പരിശുദ്ധാത്മാവായും കാണുന്ന ഈ യഥാർത്ഥ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. അടുത്തത്, അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, മാംസം കഴിക്കരുത്, ഒന്നും കഴിക്കരുത്, ഭക്ഷണം വെട്ടിക്കുറയ്ക്കരുത്, വിവാഹം കഴിക്കരുത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് വരെ കാത്തിരിക്കരുത്, വിവാഹം ഒരു പ്രത്യേക പ്രായത്തിൽ നടക്കുമെന്ന് പറയുക, പെട്ടെന്ന് എന്തെങ്കിലും പറയുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുക, വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറയുക, കുട്ടികൾക്കോ ചെറിയ കുട്ടികൾക്കോ മാർഗനിർദ്ദേശം നൽകൂ തുടങ്ങിയവ. അത് പിശാചാണ്. സംശയിക്കേണ്ട ആവശ്യമില്ല. അനുസരണമോ ഭയമോ കാണിക്കരുത്. നിങ്ങളുടെ ജീവിത പങ്കാളിയോട് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അതും ഒരു പിശാചാണ്. രക്ഷിക്കപ്പെടാത്തവരെപ്പോലും വിവാഹം കഴിക്കുന്നതിൽ കുഴപ്പമില്ലെന്നും ഇതും പിശാചാണെന്നും അവൻ പറയും. പണം വാങ്ങി നന്മ ചെയ്യാനോ ദൈവത്തെ സേവിക്കാനോ നമ്മോട് പറയുക, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, പലപ്പോഴും സമാരിക്കുകയോ ജ്ഞാനം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നു, പക്ഷേ ചിലപ്പോൾ ഒരു സാധാരണ വിശ്വാസിയുടെ ജ്ഞാനം പോലും കാണുകയും പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നില്ല. അപ്പോൾ പിശാചാണ്. തമാശയോ നിങ്ങൾക്ക് കണ്ടെത്തുകയാണെങ്കിൽ അശുദ്ധാത്മാവ് സംസാരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കാൻ കഴിയും. അടുത്തതായി ഞാൻ നിങ്ങളോട് ഒരു പ്രധാന കാര്യം പറയാം. ഒരു സ്വപ്നത്താലോ മറ്റേതെങ്കിലും വെളിപാടുകൊണ്ടോ നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് അത് എനിക്ക് വെളിപ്പെടുത്തുമെന്ന് പ്രാർത്ഥിക്കരുത്. പരിശുദ്ധാത്മാവിനെ കൂടുതൽ വെളിപ്പെടുത്തിക്കൊണ്ട് അവൻ നിങ്ങളെ വഞ്ചിക്കും. വെളിപാടിലൂടെ പോലും മറ്റു മനുഷ്യരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നേടാൻ ശ്രമിക്കരുത്. വെളിച്ചത്തിന്റെ ഒരു മാലാഖ നിങ്ങളെ വീണ്ടും വഞ്ചിച്ചേക്കാം. തിരുവെഴുത്തുകൾക്കനുസൃതമായി ദൈവത്തെ ധൈര്യമായി പിന്തുടരുക. അടുത്തത്, ചിലപ്പോഴെങ്കിലും തിരുവെഴുത്തുമായി വൈരുദ്ധ്യം ഉണ്ടാകുമ്പോൾ വെളിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനം എല്ലായ്പ്പോഴും ഫലം എന്താണെന്ന് നോക്കുക എന്നതാണ്. സാവധാനം, ഫലങ്ങൾ കുറയും അല്ലെങ്കിൽ ഫലപ്രദമല്ല. ആരെങ്കിലും വെളിച്ചത്തിന്റെ ഈ മാലാഖയുടെ കെണിയിൽ അകപ്പെടുകയും പൂർണ്ണമായ അവസ്ഥയിൽ സത്യം മനസ്സിലാക്കാൻ കഴിയാതിരിക്കുകയും ചെയ്താൽ വിശ്വസ്ത പ്രാർത്ഥനയുടെ തുടർച്ചയായ പോരാട്ടം അല്ലെങ്കിൽ കോർപ്പറേറ്റ് പ്രാർത്ഥന അല്ലെങ്കിൽ തുടർച്ചയായ കോർപ്പറേറ്റ് പ്രാർത്ഥന തീർച്ചയായും സ്വതന്ത്രമാകും. വെളിച്ചത്തിന്റെ ഈ ദൂതൻ പറയുന്ന പലതും സംഭവിക്കും, ചിലത് സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ചിലത് വിപരീതമാണ് ചെയ്യുന്നത്. അവൻ മറ്റെന്തെങ്കിലും പറയും, വിശ്വസിക്കരുത്. കൂടാതെ ആരോടും, അല്ലെങ്കിൽ ആ പ്രത്യേക വ്യക്തിയോട് അവൻ പറയുന്നതോ പ്രകടിപ്പിക്കുന്നതോ പറയരുതെന്ന് നിങ്ങളോട് പറഞ്ഞാൽ പിശാച് സാരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കാൻ കഴിയും. നിങ്ങൾ അങ്ങനെ പറയുന്നില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു രഹസ്യം പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു രഹസ്യം പോലുള്ള സ്വപ്നങ്ങൾ നൽകുന്നതോ കാണാം. നിങ്ങൾ ദൈവത്തിന് മറ്റു മക്കളെക്കാൾ അല്പം ഉയർന്നവരോ ശ്രേഷ്ഠരോ മെച്ചപ്പെട്ടവരോ ആണെന്ന് അവൻ നിങ്ങളെ വിശ്വസിപ്പിക്കും. നിങ്ങൾ മഹത്തായ എന്തെങ്കിലും നേടാൻ പോകുന്നുവെന്ന് അവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തിത്തരും.
ചിത്രങ്ങളിലൂടെയും അശുദ്ധ ചിത്രങ്ങളിലൂടെയും നാം സ്വപ്നങ്ങൾ കാണുകയും സംസാരിക്കുകയും സ്വപ്നം കാണുകയും ചെയ്താൽ വെളിച്ചത്തിന്റെ മാലാഖയായി വേഷം ധരിച്ച പിശാച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയും. അടുത്തത്, അശുദ്ധമായ രീതിയിൽ ഭയപ്പെടുത്തുന്ന ചില സ്വപ്നങ്ങളോ വെളിപ്പെടുത്തലുകളോ ഉണ്ടാകാം. ബൈബിളിന് വിരുദ്ധമായ എന്തെങ്കിലും ഒരു ദിവസം എവിടെയെങ്കിലും നാം കണ്ടെത്തും. നിങ്ങൾ ബൈബിളിലെ സത്യം അറിയുകയും അല്പം ജാഗ്രത പുലർത്തുകയും ചെയ്താൽ നിങ്ങൾക്ക് അവനെ കണ്ടെത്താൻ കഴിയും. ബൈബിളിലെ സത്യം നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കണ്ടെത്താതിരിക്കാൻ കള്ളൻ ശ്രദ്ധിക്കും. പിശാച് വെളിച്ചത്തിന്റെ ദൂതനായി വേഷം ധരിച്ചതായി നിങ്ങൾ കണ്ടാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദൃഷ്ടാന്തം കൊണ്ട് അവനെ കണ്ടാൽ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുകയും ധൈര്യശാലികളാവുകയും അവന് പറയുന്നത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുക. നമ്മുടെ കർത്താവായ യേശു ബൈബിളിൽ പറഞ്ഞതുപോലെ ചെയ്യുക. കർത്താവായ യേശുക്രിസ്തു അരുളിച്ചെയ്തു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന് അടുക്കൽ വരുന്നില്ല. ദൈവവചനം സത്യമാണെന്ന് നാം ബൈബിളിൽ വായിക്കുന്നു. ബൈബിളിനെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ. ബൈബിളിനെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുക, അതിനനുസരിച്ച് നടക്കുക, നിർത്താതെ പ്രാർത്ഥിക്കുക, അനേകരെ ദൈവത്തിലേക്ക് നയിക്കുക. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഉപയോഗപ്രദമായി കണ്ടെത്തുമെന്നതിൽ സംശയമില്ല. കർത്താവായ യേശുവിന്റെ കൃപയാൽ ഈ സത്യം ഞാൻ കുറച്ചുകൂടി നന്നായി അറിയുന്നു. എന്നിരുന്നാലും പരിശുദ്ധാത്മാവ് നയിക്കുകയാണോ അതോ പിശാച് ഏതെങ്കിലും പുതിയ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ വഞ്ചിക്കുകയാണോ എന്ന് ക്ഷമയോടെയും ഞാൻ ബൈബിളിലൂടെ കണ്ടെത്തുന്നു. തിരുവെഴുത്തിന്റെ വൈരുദ്ധ്യം ഉണ്ടായിരുന്നിട്ടും പരിശുദ്ധാത്മാവ് വെളിപാടുകൾ, പ്രത്യേകിച്ച് സ്വപ്നങ്ങൾ നൽകുന്നുവെന്ന് പല വിശ്വാസികളും വിശ്വസിക്കുന്നു. അതിനാൽ പിശാച് തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പരിധിയില്ലാതെ നുണകൾ നൽകുന്നു. ചില വിശ്വാസികൾ അത് പറയുമ്പോൾ പിശാച് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വപ്നങ്ങൾ പോലുള്ള ചില പ്രകടനങ്ങളിൽ പിശാച് പലപ്പോഴും കാണപ്പെടുന്നു. എന്നാൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിലും സാഹചര്യങ്ങളിലും നാം പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിന്റെ മാർഗനിർദ്ദേശം വിശ്വസ്തമായി അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ, ദൈവേഷ്ടം തേടുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ മാർഗനിർദ്ദേശം ലഭിക്കും. പ്രായോഗിക ജീവിതത്തിൽ ആത്മാവ് നമ്മെ നയിക്കുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. കാരണം നാം വെളിപാടില്ലാതെ പ്രാർത്ഥിക്കുന്നു, തിരുവെഴുത്തുകൾ അനുസരിച്ച് ജീവിക്കുന്നു, പരിശുദ്ധാത്മാവിനെ പ്രതീക്ഷിക്കുന്നു. നാം ബൈബിളിന് അനുസൃതമായി ജീവിക്കുകയും നിർത്താതെ പ്രാർത്ഥിക്കുകയും തിരുവെഴുത്തുകളുടെ സഹായത്തോടെ പ്രായോഗിക ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ മാർഗനിർദ്ദേശം കണ്ടെത്തുകയും ചെയ്താൽ ജീവിതം ഒരു വലിയ വിജയമാണ്, ആനുകൂല്യങ്ങളും കൂടുതലാണ്. പ്രായോഗിക ജീവിതത്തിലും പിശാച് വഞ്ചിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് പ്രായോഗിക ജീവിതത്തിൽ ദൈവത്തിന്റെ മാർഗനിർദ്ദേശം ശ്രദ്ധാപൂർവവും ക്ഷമയോടെയും സ്ഥിരീകരിക്കേണ്ടത് ആവശ്യമാണ്. അവസാനത്തെ ചില പ്രധാന ഉപദേശങ്ങൾ: കൂടുതൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ നടക്കുക, ക്രോധം മുതലായ ജഡപ്രവൃത്തികൾക്ക് ഇടം നൽകരുത്. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിരുത്സാഹപ്പെടരുത്, എന്നാൽ പ്രാർത്ഥിക്കുകയും ശ്രമിക്കുകയും ചെയ്യുക. എല്ലാ ദിവസവും ആത്മാവിൽ, അതായത് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ അറിയാത്ത കാര്യങ്ങൾക്കായി പരിശുദ്ധാത്മാവ് ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു. അതിരാവിലെ ബൈബിളിനെക്കുറിച്ച് ധ്യാനിക്കുക, ദൈവത്തെ ആരാധിക്കുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുക. നിങ്ങളുടെ മക്കളെ ചെറുപ്പം മുതലേ കർത്താവായ യേശുവിലേക്ക് നയിക്കുക. ഇത് വളരെ പ്രധാനമാണ്. കുട്ടികൾ മുതിർന്നവരാണെങ്കിൽ വളരെയധികം പ്രാർത്ഥനയോടെയും സ്നേഹത്തോടെയും അവരെ കർത്താവിന്റെ അടുക്കലേക്ക് നയിക്കുക. വിവിധ തലക്കെട്ടുകൾക്ക് കീഴിൽ നിരവധി ബൈബിൾ വാക്യങ്ങൾ മനഃപാഠമാക്കാൻ നിങ്ങളുടെ കുട്ടികളെ സഹായിക്കുക. അടിക്കുറിപ്പുകൾക്ക് കീഴിലുള്ള വാക്യങ്ങളും നിങ്ങൾ മനഃപാഠമാക്കുന്നു. ഉദാഹരണത്തിന്, രക്ഷ, ജ്ഞാനം, കർത്താവിനോടുള്ള ഭയം തുടങ്ങിയ വിഷയങ്ങൾ. ഇത് നിങ്ങളെയും മറ്റുള്ളവരെയും സഹായിക്കും. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന നടത്തുക. രക്ഷിക്കപ്പെടാത്തവരുടെ ഭവനത്തിൽ ചെന്നു വചനം പഠിപ്പിക്കുകയും അതിനെ ദൈവത്തിലേക്ക് നയിക്കുകയും ചെയ്യുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ വീട്ടിൽ മറ്റുള്ളവർക്കായി പ്രാർത്ഥന നടത്തുക. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് വ്യാഴാഴ്ച 2 മണിക്കൂർ പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയിലേക്ക് രക്ഷിക്കപ്പെടാത്തവരെ ക്ഷണിക്കുകയും ബൈബിൾ പഠിപ്പിക്കുകയും അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. സഭയുടെ ഒത്തുചേരലും നിങ്ങൾ ഉപേക്ഷിക്കുന്നില്ല. എല്ലാ ആഴ്ചയും ആത്മീയ പള്ളിയിൽ പോകുക, മറ്റുള്ളവരെയും കൂടെ കൂട്ടുക. ഇത് പതിവായി ചെയ്യുക. ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിയും. കൂടാതെ ഈ സന്ദേശത്തിൽ നാം കേട്ടതുപോലെ സ്വപ്നം, ശബ്ദം മുതലായവയല്ല, തിരുവെഴുത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിന്റെ തിരുവെഴുത്തനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക. തിരുവെഴുത്തനുസരിച്ച് ജീവിക്കുക എന്നാൽ തിരുവെഴുത്തനുസരിച്ച് ജീവിക്കുക, അതായത് ബൈബിൾ വാക്യങ്ങൾക്കനുസൃതമായി ജീവിക്കുക. ഉദാഹരണത്തിന്, റോമർ 13 അധ്യായത്തിലെ 8 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നതിനല്ലാതെ മറ്റാരോടും കടപ്പെട്ടിരിക്കരുത്. അതിനാൽ പ്രതിമാസ ഗഡുക്കളായി പോലും നമ്മുടെ ആവശ്യങ്ങൾക്കായി പണം കടം വാങ്ങരുത്.
നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുകയും സ്വീകരിക്കുകയും വേണം. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ലഭിക്കുന്ന പണം ഉപയോഗിച്ച് വാങ്ങണം. തിരുവെഴുത്തിനെ അടിസ്ഥാനമാക്കി കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നത് തുടരുക. പ്രായോഗിക ജീവിതത്തിൽ ദൈവത്തിന്റെ മാർഗനിർദ്ദേശം കണ്ടെത്തൽ, ദൈവം ആ ഗതിയെ നയിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും അത് ചെയ്യുകയും ചെയ്യുക. ബൈബിളിൽ നിന്ന് നമുക്കറിയാവുന്ന ദൈവവചനങ്ങളായ ദൈവേഷ്ടം ചെയ്യുമ്പോൾ വളരാനും കൂടുതൽ ഫലങ്ങൾ നൽകാനും ദൈവം നമ്മെ സഹായിക്കുകയും നയിക്കുകയും ചെയ്യും. ഈ സത്യം ദൈവത്തിന് എല്ലാ മക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ സന്ദേശം ദൈവത്തിന് മക്കൾക്ക് അയച്ചു കൊടുക്കുകയും അനേകരെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. കർത്താവിന്റെ നാമം വാഴ്ത്തുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.